ഈ വാരം നമുക്ക് എഴുത്ത് വന്നിരിക്കുന്നത് പാറമേൽപ്പടിയിൽ നിന്നും അനീഷാണ് എഴുത്തയച്ചിരിക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് അനീഷ്. എനിക്ക് എൻ്റെ ജാതകപ്രകാരം ധരിക്കാവുന്ന രത്നം ഏതാണ് എന്നറിയണം. ആകെ കഷ്ടകാലമാണ് എനിക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഷ്ടകാല സമയം മാറുന്നത് എപ്പോഴാണ് എന്ന് പറഞ്ഞു തരണം. ഏഴരശനിയുണ്ട് എന്നറിയാം. ഏഴരശനിയുടെ ദോഷകഠിനത കുറയ്ക്കാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇന്ദ്രനീല രത്നം ധരിച്ചാൽ മതിയാകുമോ? അയ്യപ്പനെയും ഹനുമാനെയും പ്രാർത്ഥിക്കുന്നുണ്ട്. അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാജനം വഴിപാട് നൽകുന്നുമുണ്ട്. എങ്കിലും പ്രയാസങ്ങൾ കുറയുന്നില്ല. എൻ്റെ ജാതകപ്രകാരം എപ്പോഴാണ് എനിക്ക് നല്ല സമയം വരുന്നത്? അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ളതായിരിക്കുന്ന എന്തെങ്കിലും പ്രാർത്ഥനകൾ പറഞ്ഞു തരുമല്ലോ എന്നാണ് അനീഷ് എഴുതി ചോദിച്ചിരിക്കുന്നത്. 1981 ജനുവരി മാസം 30 സമയം 10 മണിക്കാണ് അനീഷ് ജനിച്ചിരിക്കുന്നത്. അനിഴം നക്ഷത്രത്തിലാണ് ജനിച്ചിരിക്കുന്നത്. ഇപ്പോൾ 38 വയസ്സ് കഴിഞ്ഞ 3 മാസം 8 ദിവസമാകും അനീഷിൻ്റെ ജാതകപ്രകാരം. ജാതകവശാൽ ചിന്തിക്കുന്നതായിരിക്കുന്ന സമയത്തിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള രത്നം പറഞ്ഞു തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും അനുയോജ്യമായ രത്നം മീനലഗ്നമാണ്. ലഗ്നാൽ 5-ാം ഭാവത്തിൻ്റെ അധിപതിയായിരിക്കുന്ന ചന്ദ്രൻ ഭാഗ്യരാശിയിൽ 9-ാം ഭാവത്തിലായിട്ടാണ് നിൽക്കുന്നത്, നീചഭംഗ രാജയോഗപ്രദനായിട്ട്. അപ്പോൾ ആ ഗ്രഹത്തിൻ്റെ അഥവാ ചന്ദ്രൻ്റെ രത്നമാണ് നിങ്ങൾക്ക് ഭാഗ്യരത്നമായിട്ട് പറഞ്ഞിരിക്കുന്നത്. മുത്ത് അഥവാ പേളാണ് നിങ്ങളുടെ ഭാഗ്യരത്നം പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ശുക്രദശാകാലമാണ്. ശുക്രദശാകാലം 2016 ഓഗസ്റ്റ് മാസം മുതലൊക്കെ ആരംഭിച്ചു. 2036 വരെയുള്ളതായിരിക്കുന്ന 20 വർഷക്കാലമാണ് ശുക്രൻ്റേതായിരിക്കുന്ന ദശ. അതിൽ 2019 ഡിസംബർ വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം ശുക്രദശയിൽ ശുക്രൻ്റേതായിരിക്കുന്ന സ്വാപഹാര പീരീഡാണ്. ശുക്രദശാകാലം സാമാന്യം നല്ല ഫലമാണ്. 11-ാം ഭാവത്തിൽ നിൽക്കുന്നതായിരിക്കുന്ന ശുക്രൻ ഗുണകരമായിരിക്കുന്ന അനുഭവങ്ങളാണ് നൽകുക. എങ്കിലും അഷ്ടമാധിപത്യവും 3-ാം ഭാവാധിപത്യവും ഉള്ളതായിരിക്കുന്ന ശുക്രനാണ് പ്രയാസങ്ങളെല്ലാം തന്നെ പരിഹരിക്കും എന്നുള്ളതാണ് പൊതുവെ ജാതകത്തിൽ പറയുന്നത്. 2019 ഡിസംബർ മാസത്തിന് ശേഷമാണ് ശുക്രദശയിലെ സ്വാപഹാരം കഴിയുകയുള്ളൂ. അതിനുശേഷമാകും കൂടുതലായിട്ടുള്ള ഗുണകരമായിരിക്കുന്ന അനുഭവങ്ങളെല്ലാം തന്നെ വന്നു ചേരുക. ഏഴരശനിയുണ്ട്. 2020 ജനുവരി മാസത്തോടു കൂടിയിട്ടാണ്, ജനുവരി 5-ാം തീയതിയോട് കൂടിയിട്ടാണ് ഏഴരശനി കംപ്ലീറ്റ് ആയിട്ട് മാറുന്നത്. ഒപ്പം ജന്മവ്യാഴം എന്നുള്ളതായിരിക്കുന്ന സമയദോഷം കൂടി ജാതകത്തിൽ പറയുന്നുണ്ട്. 2019 നവംബർ മാസം വരേക്ക് ജന്മവ്യാഴത്തിൻ്റെ സമയദോഷം കൂടിയിട്ട് ജാതകത്തിൽ ചെറുതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. സമയം കൊണ്ടൊരല്പം ദോഷപ്രദമായിട്ടുള്ള സമയമാണ് നിങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദശാനാഥനായിരിക്കുന്ന ശുക്രനെ അനുകൂലമാക്കുവാൻ വേണ്ടിയുള്ളതായിരിക്കുന്ന പ്രതിവിധി ചെയ്യുന്നത് നന്നായിരിക്കും. മഹാത്രിപുരസുന്ദരി എന്നുള്ളതായിരിക്കുന്ന യന്ത്രം കഴുത്തിൽ ലോക്കറ്റിലായിട്ട് ധരിക്കുന്നതും ഭഗവതീ ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം, ലളിതാ സഹസ്രനാമം എന്നീ 2 പുഷ്പാഞ്ജലികൾ എല്ലാ മാസത്തിലും നിങ്ങളുടെ ജന്മനക്ഷത്രം തോറും നടത്തുന്നത് നല്ലതാണ്. കൂടാതെ ഏഴരശനിയുടെ ദോഷകഠിനത കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നിങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞ നീരാജനം മുടക്കണ്ട, അത് നടത്തിക്കോളൂ. എന്തായാലും ഒരല്പം ചില പ്രയാസങ്ങൾ ഈ വർഷം അവസാനം വരേക്ക് ഉണ്ടാകും. 2020 കൂടിയിട്ട് 20-ന് ശേഷമുള്ളതായിരിക്കുന്ന സമയം വളരെ മെച്ചമായിട്ടുള്ള സമയമായിട്ടാണ് ജാതകത്തിൽ പറഞ്ഞിരിക്കുന്നത്. മുത്ത് എന്നുള്ളതായിരിക്കുന്ന രത്നം ഭാഗ്യരത്നമായിട്ട് ധരിക്കാം. ത്രിപുരസുന്ദരി യന്ത്രം ദേഹരക്ഷയായിട്ടും ധരിക്കാം. ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള സ്ഥിതിവിഗതികളെ കണക്കാക്കിയാണ് ജ്യോതിഷ വിധി തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഓരോരുത്തരുടെയും ജനനസമയം അനുസരിച്ച് ഇതിൽ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളിൽ ഏറ്റക്കുറിച്ചുകൾ വന്നേക്കാം. നിങ്ങളുടെ യഥാർത്ഥ രീതിയിലുള്ള ഫലം അറിയുന്നതിനൊരു ദൈവജ്ഞനെ നേരിൽ സമീപിക്കുക. ജ്യോതിഷ വിധിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കത്തുകളും ഞങ്ങളെ എഴുതി അറിയിക്കേണ്ടതായ വിലാസം: ദ പ്രൊഡ്യൂസർ, UTV, ആദിത്യയൻ, മനങ്ങോട്, നെന്മാറ. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെടേണ്ട വിലാസം: KP ശ്രീവാസ്തവ്, പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം, ആലത്തൂർ. ഫോൺ നമ്പർ 9447320192. ഇമെയിൽ kerala-astrologer0192@gmail.com. വെബ്സൈറ്റ് www.kerala-astrologer.com. ഈ ആഴ്ചയിലെ ജ്യോതിഷവിധി ഇവിടെ സമാപിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. കലശാഭിഷേകം